ഷിബിനി വർഗീസ് അഹമ്മദാബാദിൽ കേരള സമാജം സെക്രട്ടറിയാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിബിനി വർഗീസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ ചോദിക്കുന്ന ഈ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ രതീഷ് അങ്ങോട്ടേക്ക് പുറപ്പെടും. ആ കാര്യങ്ങളിൽ അതെങ്ങനെയായിരിക്കും ഏകോപിക്കപ്പെടുക? മറ്റൊന്ന്, ഈ ദുരന്തത്തെ പറ്റി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി, ഒരാൾ രക്ഷപ്പെട്ടു, വേറൊരാൾ കൂടി രക്ഷപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഒപ്പം ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന, അതായത് മെസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവനത്തെ പറ്റിയൊക്കെ എന്താണ് അങ്ങേക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഞാൻ ഉച്ചയ്ക്ക് 2:30 തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെ എന്ന് പറഞ്ഞ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. വിവിധ ന്യൂസ് ചാനലുകൾക്ക് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നു. ഈ രക്ഷപ്പെട്ടവരിൽ ഒരാളുടെ കാര്യം മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ. വേറെ വ്യക്തിയുടെ ആരുടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. 241 പേരും മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോഴത്തെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിതയുടെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ സിവിൽ ഹോസ്പിറ്റലിലാണ്. എന്നാൽ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം കരിഞ്ഞ നിലയിലാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ റിലേറ്റീവ്സ് നാളെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടാകും. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പുകൾ എന്ത് വേണമെന്ന് വെച്ചാലും ഞങ്ങൾ അവർക്ക് നൽകുന്നതായിരിക്കും. ശരി, കേരള സമാജം സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം.